ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ട് എങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ഞാനിത് ഈ ഉരുളക്കിഴങ്ങ് ഒരു 6 കഷ്ണങ്ങളായിട്ട് ചെറിയ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1/2 ഇഞ്ച് കനത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് മുറിച്ചെടുക്കാം. ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വയ്ക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഒരു സ്ട്രെയിനറിലോട്ട് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു കെറ്റിലിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഒരു 10 മിനിറ്റ് മുക്കി വയ്ക്കണം. ഒന്ന് വാടി കിട്ടാനും വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് വെള്ളത്തിൽ നിന്ന് കോരി സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഒരു ടവലെടുത്തിട്ട് അതിലേക്ക് നിരത്തിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊട്ടറ്റോ കഷ്ണങ്ങളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് വിതറി കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ കോൺഫ്ലോർ ജസ്റ്റ് ഒന്ന് ഈ പൊട്ടറ്റോ കഷ്ണങ്ങളിൽ ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുക്കാം. അതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടപ്പത്തേക്ക് വയ്ക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ശരിക്കും ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കുറേശ്ശെയായിട്ട് ഇത് വറുത്തെടുക്കാം. ഒത്തിരി അധികം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇതിൻ്റെ എണ്ണ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വറുത്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൊട്ടറ്റോ കഷ്ണങ്ങളും ഇതുപോലെ വറുത്തെടുക്കാം. ഈ പൊട്ടറ്റോ കഷ്ണങ്ങളും ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ ആദ്യം കോരി മാറ്റി വെച്ച പൊട്ടറ്റോ ഫ്രൈസിലേക്ക് ഇതിടരുത്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ച പൊട്ടറ്റോ ഫ്രൈസ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ടാമതും ഫ്രൈ ചെയ്യുമ്പോഴായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് വരിക. ഇപ്പോൾ നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ കഷ്ണങ്ങളെല്ലാം കളറ് മാറി ബ്രൗൺ കളറായി തുടങ്ങി. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
നമുക്ക് കോരിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കരകര സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള പൊട്ടറ്റോസും ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി. ഇനി നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസിലേക്ക് അല്പം ഉപ്പ് ഒന്ന് തൂവി കൊടുക്കാം. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം.